ചുവടെ നൽകിയിരിക്കുന്നതിന് ധാന്യപ്പുരകളെ പറ്റിയുള്ള ചില പ്രസ്താവനകളാണ്. അവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായത് തിരഞ്ഞെടുക്കുക? ശരിയായത് തിരഞ്ഞെടുത്തേ. ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു ധാന്യപ്പുരകൾ സൂക്ഷിച്ചിരുന്നത്. അത് വളരെ ശരിയാണ് അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. ദെൻ നികുതി നയത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യം ഇവിടെ സൂക്ഷിച്ചിരുന്നു. അതും ശരിയാണ്. ധാന്യപ്പുരകൾ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. അതും ശരിയാണ്. മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നത് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ. എല്ലാം ശരിയാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ ആണോ മക്കൾ? സെറ്റ് ആണോ? സിന്ധു നദീ കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി ലഭിച്ച മുദ്രകൾ എന്തിനു ഉപയോഗിച്ചു? സിന്ധു നദി കേന്ദ്രം ലഭിച്ച വ്യാപകമായി ലഭിച്ച മുദ്രകൾ എന്തിനു ഉപയോഗിച്ചവയായിരുന്നു? ഏതിനായിരുന്നു? നോക്കിയേ. കാർഷിക പുരോഗതി ഉൽപാദനത്തിനും അതുപോലെ ധാന്യങ്ങളുടെ സംഭരണത്തിനൊക്കെ ഏത് ഈ വഴിതെളിച്ചു. അപ്പൊ ഏതായിരുന്നു? കച്ചവടത്തിനായി. നമ്മൾ പറഞ്ഞു അല്ലെ? ഏതിനാണ്? കച്ചവടത്തിനായിട്ടാണ് അവരെന്ത് ഉപയോഗിച്ചിരുന്നത്? ഏതിനാണ് മക്കളെ? കച്ചവടത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൃത്യമായ അളവുകളും തൂക്കങ്ങളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? എല്ലാം അളവും തൂക്കങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളും കച്ചവട ബന്ധത്തിൽ ഉപയോഗിച്ചിരുന്നു. പിന്നെന്താണ്? അതൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലെ? അതുപോലെ കടൽ വഴിയിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ മെയിൻ ഒന്നാണ് ലോത്തൽ ട്ടോ. അതും കൂടെ ഓർത്തു വെക്കുക. പിന്നെ എന്തായിരുന്നു? ഹാരപ്പൻ ലിപികളില് മെസപ്പൊട്ടോമിയൻ ലിപിയിൽ ഹാരപ്പയെ എന്താണ് പരാമർശിച്ചത്? മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിൽ ഹാരപ്പയെ എന്താണ് പരാമർശിച്ചത് ചോദിച്ചത്? മെലുഹ എന്നാണ് ട്ടോ. മെസപ്പൊട്ടോമിയൻ ലിപികളിൽ ഹാരപ്പയെ പരാമർശിച്ചത് മെലുഹ എന്നാണ് ട്ടോ. ഏതാണ്? മെലുഹ എന്നാണ് കൂടി ഓർത്തു വെക്കുക. അറിയുന്ന എക്സ്ട്രാ ഫാൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് പഠിച്ചാൽ മാത്രം നിങ്ങൾ മതി. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഗേത്രി ഖനികൾ സ്ഥിതി ചെയ്യുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഗേത്രി ഖനികൾ സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഏതാണ്? രാജസ്ഥാൻ ആണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. ഓക്കെ ആണോ? വെങ്കലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് തിരഞ്ഞെടുക്കുക? നോക്കിയേ. ഇത് എത്രാമത്തെ ചോദ്യമാണ്? 19ാമത്തെ ചോദ്യം അല്ലെ? ശരിയായത് തിരഞ്ഞെടുത്തേ. ചെമ്പും വെളുത്തിയും ഉപയോഗിച്ചിരുന്ന വെങ്കലം നിർമ്മിച്ചിരുന്നു. അത് വളരെ കറക്റ്റ് ആണ് അല്ലെ? അത് വളരെ കറക്റ്റ് ആണ്. വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നു. വെങ്കലത്തിന്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗം സംസ്കാരം എന്ന് പേരും നേടിക്കൊടുത്തു. അതും ശരിയാണ്. ഗേത്രി ഖനികളിൽ നിന്നും ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തിയും ശേഖരിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയല്ലേ മക്കളെ? എല്ലാം ശരിയാണ്. ഓൾ കറക്റ്റ് ആണ്. 19ാമത്തെ ചോദ്യം. ഏത് സിന്ധു നദി സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ് മുത്ത് നിർമ്മാണത്തിന് തെളിവുകൾ ലഭിച്ചത്? എവിടെ നിന്നാണ് മുത്ത് നിർമ്മാണ തെളിവുകൾ ലഭിച്ചത്? എവിടെന്നാ മക്കളെ? ലോത്തൽ അല്ലെ? ഏതാണ്? ലോത്തൽ. നമ്മൾ പറഞ്ഞ കാര്യമല്ലേ? ഏതാണ്? ഓപ്ഷൻ സി അല്ലെ? ലോത്തലിലാണ് മുത്ത് നിർമ്മാണത്തിന്റെ തെളിവുകൾ ലഭിച്ചതെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. താഴെ പറയുന്നവരിൽ എന്തിന്റെ നിർമ്മാണത്തിനാണ് ഹാരപ്പൻ ജനത വലിയ പ്രാധാന്യം നൽകാതിരുന്നത്? എന്തിന്റെ നിർമ്മാണത്തിനാണ് ഹാരപ്പൻ ജനത വലിയ പ്രാധാന്യം നൽകാതിരുന്നത്? ഏതിനാണ്? 21ാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻ ബി വരും അല്ലെ? ആയുധ നിർമ്മാണത്തിനാണ് വളരെ വലിയ പ്രാധാന്യം നൽകാതിരുന്നത്. ഏതിനാണ്? ആയുധ നിർമ്മാണത്തിനാണ് വലിയ പ്രാധാന്യം നൽകാതിരുന്നത് അല്ലെ?
മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ സംസ്കാര നഗരം ഏതാണ്? അത് ചാൻഹുദാരോ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഹാരപ്പൻ ജനതയുടെ കലാപരമായ നേട്ടങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാക്കുന്ന മുദ്രകളുടെ നിർമ്മിതിയിലാണ്. അത് വളരെ കറക്റ്റ് ആണ് അല്ലെ, വളരെ കറക്റ്റ് ആണ്. കളിമണ്ണ് കൊണ്ട് ശിലകൾ കൊണ്ട് മുദ്രകൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഈ സൈന്ധവ ജനത എന്ത് ചെയ്ത് കളിമണ്ണും അതുപോലെ വെങ്കലവും ആമത്തോടൊക്കെ ഉപയോഗിച്ച് വളകൾ നിർമ്മിച്ചിരുന്നു കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. അക്കാലത്ത് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് വിവിധതരം കരകൗശല വസ്തുക്കൾ. അതും ശരിയാണ്. ഈ 3 ശരിയാണ്. 4-മത്തെയും കൂടെ നമുക്ക് നോക്കാം. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തു ശൈലി ഉണ്ടായിരുന്നുവെന്ന് മുദ്രകളിൽ കാണപ്പെട്ട ലിപികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശരിയാണോ? ശരിയാണോ മക്കളെ? മനസ്സിലാക്കാൻ പറ്റുമോ? മറ്റും അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ്. എല്ലാം കറക്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ എ എല്ലാം ശരിയാണ് എന്നാണ് ആൻസർ. ചുവടെ നൽകിയിരിക്കുന്ന ഹാരപ്പൻ ജനതയുടെ വിശ്വാസങ്ങളെ കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ്. അവയിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കിയേ, ഹാരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകളിൽ നിന്നും അക്കാലത്തെ ജനങ്ങളുടെ വിശ്വാസ രീതികൾ സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു. ശരിയാണോ? അത് ശരിയാണ് അല്ലെ. അത് ശരിയാണ്. കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് മാതൃദൈവ ആരാധന നിലനിന്നിരുന്ന എന്നാണ്. മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നതിന് തെളിവായിരുന്നു. അത് ശരിയാണോ? അതും ശരിയാണ് അല്ലെ. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഹാരപ്പൻ ജനത ആരാധിച്ചിരുന്നില്ല. അത് തെറ്റല്ലേ അല്ലെ. ഇവിടെ നിന്നും ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്ന് അഭിപ്രായപ്പെടുന്നു ചരിത്രകാരന്മാർ. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 3 ശരി അല്ലെ. ഓപ്ഷൻ എയും ബിയും ഡിയും ശരി, സി മാത്രമാണ് തെറ്റ്. ഏതാണ്? മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ ട്ടോ. തെളിവ് ലഭിച്ചതാണ് ലോത്തൽ എന്ന് മനസ്സിലാക്കി വരിക. പ്രസിദ്ധമാണ് ഹാരപ്പൻ നഗരം എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ശരി അല്ലെ? അതുപോലെ ഓപ്ഷൻ സി ആണ് തെറ്റ് അല്ലെ. ഏതാണ്? ഹാരപ്പൻ ജനത മൃഗങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നോ? ആരാധിച്ചിരുന്നു അല്ലെ. അതുപോലെ ഫലഭൂഷ്ഠിതമായ ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത് അല്ലെ. അതുപോലെ മോഹൻജദാരയിൽ എന്താണ്? കുളം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. മതപരമായ ചടങ്ങുകൾക്കായിട്ട് എന്ത് കുളം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ശില്പവും ആരാധനായ മാതൃകയിൽ എന്നിവയും മോഹൻജദാരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക. കുറച്ച് ടൈറ്റുള്ള ഭാഗമാണ്. എന്റെ പൊന്നു മക്കളെ, മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായത് ഏതാണ്? ചാൻഹുദാരോ. അതിന്റെ തെളിവ് ലഭിച്ചതാണ് എവിടെ? ലോത്തൽ കേട്ടോ. മാറിപ്പോണ്ട. അപ്പൊ ഏതാണ് ആൻസർ? സി മാത്രം തെറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടത് അല്ലെ. ഓപ്ഷൻ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയ കാലഘട്ടം ഏതാണ്? ഹാരപ്പൻ ഓപ്ഷൻ 24-ാം ചോദ്യം ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. BCE 1700 അല്ലെ. ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ സി അല്ലേ അല്ലെ? ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാം കാരണങ്ങളാണ്
ഹാരപ്പൻ സംസ്കാരം തകർന്നത്? താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം സി ആണ് തെറ്റ്. ഏതാണ് 24ാമത്തെ ചോദ്യം? 23ാമത്തെ ചോദ്യം എന്താണ്? അത് കറക്റ്റ് അല്ലേ? ഓക്കെ. താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം കാരണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം തകർന്നത്? ഏതെല്ലാമാണ്? ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഏതാണ് ആൻസർ വരിക? വെള്ളപ്പൊക്കവും പകർച്ചവ്യാധികളും പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം കാർഷിക മേഖലയിലുണ്ടായ തകർച്ച ഏതാണ് ആൻസർ വരിക? 25 എല്ലാം. ഇതിനെല്ലാം ഒരു റീസൺ ആണ് അല്ലെ? ആര്യന്മാരുടെ അധിനിവേശവും സിന്ധു നദിയുടെ പതനത്തിന് കാരണമായെന്ന്, ആര്യന്മാരുടെ വരവൊക്കെ എന്തിനാണ്? സിന്ധു നദീ സംസ്കാരത്തിന് പതനത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെ? അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ 1, 2, 3, 4 അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഹാരപ്പൻ സംസ്കാരം നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി മെസപ്പൊട്ടോമിയൻ ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം ക്ലിയർ അല്ലേ? നിങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? നിങ്ങൾക്ക് ബയോളജിയോ വല്ല ഹിസ്റ്ററിയോ നല്ല സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് ഗ്രേഡ് മോഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ ആണ്. ഇതൊക്കെ തന്നാൽ നമ്മൾ പോരാ അല്ലെ? കമന്റ് ഇട്ടേ, ഒരു ഇമോജി ഒക്കെ ഇട്ടേ. മതിയോ നിങ്ങൾക്ക് ക്ലാസ്? ഓക്കെ ഓക്കെ എന്ന് വരുന്നത് സെറ്റ് ആണ് പറഞ്ഞത്. ഇമോജി ആണ് എനിക്ക് വേണ്ടത്. ലൈക്കും കമന്റും ആണ്. ലൈക്കും കമന്റും എനിക്ക് വേണ്ടത്, വേറെ ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ വരൂ. ഇതാണ് നമ്മുടെ മക്കൾ അല്ലെ? ചുവടെ നൽകിയിരിക്കുന്ന ഏതെല്ലാം സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ സമകാലിക സംസ്കാരങ്ങൾ എന്ന്? ചെറിയൊരു ക്വസ്റ്റ്യൻ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് അല്ലെ? ചുവടെ നൽകിയിരിക്കുന്ന ഏതെല്ലാം സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ സമകാലിക സംസ്കാരം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ സമകാലിക സംസ്കാരം. ഓപ്ഷൻ എ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഓപ്ഷൻ ബി ഈജിപ്ഷ്യൻ സംസ്കാരം, ഓപ്ഷൻ സി ചൈനീസ് സംസ്കാരം, ഡി മേൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ആൻസർ മക്കളെ? ഒന്നും കൂടെ നോക്കണോ? ഏതൊക്കെയായിരുന്നു ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ? എല്ലാം ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി വരും. മേൽ പറഞ്ഞവയെല്ലാമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സിന്ധു നദിയുടെ സംസ്കാരം വനനശീകരണം ആ സമയത്ത് ഉണ്ടോ എന്ന ചോദ്യമാണ്. SCERT ബുക്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വനനശീകരണം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന്. ആരാണ് കമന്റ് വന്ന് ശിവ വനനശീകരണം ആ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ SCERT ബുക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. സിന്ധു നദീ സംസ്കാരത്തിന്റെ സമകാലിക സംസ്കാരങ്ങളുടെ പൊതുവായ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. എന്തൊക്കെയായിരുന്നു പ്രത്യേകത? കമന്റ് ചെയ്തേ. ആര്യന്മാരുടെ വരവുണ്ടായിരുന്നല്ലോ. ആൻസർ ചെയ്താ വരിക? 27ാമത്തെ ചോദ്യം ആൻസർ ചെയ്താ വരിക? ഓപ്ഷൻ സി അല്ലെ? സ്വർണത്തിന്റെ ഉപയോഗം, വിശ്വാസത്തിലുള്ള ഐക്യരൂപ്യം, വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം ആയിരുന്നു പ്രത്യേകത. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? വെങ്കലത്തിൽ മനുഷ്യൻ ലോഹനിർമ്മിത പുതിയ വിദ്യകൾ വികസിപ്പിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്ത്? ചെമ്പും വെങ്കലവും ഈയവും ഒക്കെ നിർമ്മിച്ചു അല്ലെ? എല്ലാം ഈ ചെമ്പ്, വെങ്കലം, ഈയം, പിന്നെ എന്താണ്? ഏതൊക്കെയായിരുന്നു? ചെമ്പ്, വെങ്കലം, ഈയം, പിന്നെന്താ ഉണ്ടായിരുന്നു? തകരം. തകരം പറഞ്ഞ എന്താണ്? തകരം പറഞ്ഞ എന്താ? ചെമ്പ്, വെങ്കലം, ഈയം നമുക്കറിയാം. തകരം പറഞ്ഞ എന്താ?
കമന്റ് ചെയ്തേ, കമന്റ് വരുന്ന നോക്കട്ടെ. തകരം പറഞ്ഞ എന്താ മക്കളെ? ടിന്നാണ് കേട്ടോ. ടിന്നിനെ പറയുന്നതാണ് തകരം എന്ന ആ സമയത്ത്. അപ്പൊ തകരമൊക്കെ എന്തായിരുന്നു? ഉപയോഗിച്ച് ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? അതുകൊണ്ടാണ് എന്ത് ഹാരപ്പൻ സംസ്കാരവും അല്ല ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയൻ ഒക്കെ സംസ്കാരം എന്ത് ഈ വെങ്കലയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ ആണോ? ആദിമ മനുഷ്യൻ കാട് വെട്ടി കൃഷി നിലമാക്കാനുള്ള സാങ്കേതിക വിദ്യ നേടിയിരുന്നില്ല. ശരിയാണോ? തെറ്റ്. അത് ശരിയാണ് അല്ലെ. പിന്നെ തന്നെയാണ് എളുപ്പത്തിൽ ചെത്തി വെളുപ്പിക്കാവുന്ന പുൽമേടുകളാണ് അവർ ആദ്യമായി കൃഷി ആരംഭിച്ചത്. അതും ശരിയാണ്. പിന്നെന്തായിരുന്നു അടുത്ത പ്രസ്താവന? നെയ്ൽ, സിന്ധു, യൂഫ്രട്ടീസ് തുടങ്ങിയ നദീതടങ്ങൾ പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങൾ ആയിരുന്നു. അതും ശരിയല്ലേ? ശരിയല്ലേ? അതെ. പിന്നെ വളക്കൂറുള്ള മണ്ണ്, ധാരാളം ജലം, കന്നുകാലികൾ മേയാൻ മേച്ചിൽപ്പുറങ്ങൾ എന്നിവ മനുഷ്യവാസം തുടങ്ങിയവയിൽ കേന്ദ്രീകരിക്കാൻ കാരണമായി. ഇതും ശരിയാണോ? 28ാമത്തെ ചോദ്യം. അപ്പൊ എല്ലാം ശരിയാണ് അല്ലെ. ഏതാണ്? എല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? തൂത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ചുവടെ പറയുന്നവൽ ആരാണ്? ആരാണ് കണ്ടെത്തിയത്? കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആണ് അല്ലെ. ഹൊവാർഡ് കാർട്ടർ ആണ്. ഏതാണ്? ഹൊവാർഡ് കാർട്ടർ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. എന്താരാണ് തൂത്തൻഖാമ? പുരാതന ഈജിപ്തിലെ 18ാം വംശത്തിലെ രാജാവായിരുന്നു തൂത്തൻഖാമ. ആരാണ്? 18ാം വംശത്തിലെ പുരാതന ഈജിപ്തിലെ 18ാം വംശത്തിലെ രാജാവായിരുന്നു ആര്? തൂത്തൻഖാമ എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ ആരായിരുന്നു? അത് മെനസ് ആയിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ സ്ഥാപകൻ ആരായിരുന്നു? അത് മെനസ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യന്റെ രാജാവ് ആരായിരുന്നു? വലിയ യോദ്ധാവ് അല്ലെങ്കിൽ ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജാവ് ആരായിരുന്നു? തൂത്തമോസ് ഒന്ന് കേട്ടോ. ഏതായിരുന്നു? ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെടുന്ന തൂത്തമോസ് ഒന്നാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈജിപ്തിലെ നെപ്പോളിയൻ ആരായിരുന്നു? ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് തൂത്തമോസ് 3 ആണ് കേട്ടോ. ആരാണ്? ഈജിപ്തിലെ നെപ്പോളിയൻ ആരാണ്? തൂത്തമോസ് 3 ആണ് കൂടി ഓർത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ആരായിരുന്നു? മാറിപ്പോണ്ട. ഓക്കെ. എന്തു പേരിലാണ് പുരാതന കാലത്തെ ഈജിപ്ഷ്യൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്? ഏത് പേരിലാണ് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി അല്ലെ. ഫറവോ എന്ന പേരിലല്ലേ? ഏത് പേരിലാണ്? ഫറവോ എന്ന പേരിലല്ലേ അറിയപ്പെട്ടത് അല്ലെ? ഫറവോ എന്ന വാക്കിനർത്ഥം എന്താണ്? മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ അല്ലേ? അല്ലെ? മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ ഫറവോ എന്ന വാക്കിനർത്ഥം അല്ലെ? പിന്നെന്താണ്? ഫറവോമാരുടെ ശവകുടീരം എന്താണ്? പിരമിഡുകൾ അല്ലെ? പിരമിഡുകളാണ് ശവകുടീരങ്ങൾ എന്നും കൂടി ഓർത്തു വെക്കുക. എന്താണ്? പിരമിഡുകളാണ്. ഏതാണ്? ഓക്കെ ആണോ? ഓക്കെ. 31ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ നിന്നും എന്താണ് മമ്മി എന്ന് കണ്ടെത്തുക. മമ്മി എന്താണെന്ന് കണ്ടെത്തൂ. ഏതാണ്?
പുരാതന യൂറോപ്പിൽ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളാണോ മമ്മി? ഏതാണ് ആൻസർ വരിക? കമന്റ് ചെയ്തേ. 31ാമത്തെ ഓപ്ഷൻ ബി ആണ് അല്ലെ. പുരാതന ഈജിപ്തിലാണ്. ഇവിടെ എന്താണ്? യൂറോപ്പ് അല്ലേ? യൂറോപ്പ് അല്ലേ? അപ്പൊ തെറ്റല്ലേ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അല്ലെ? മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? പിരമിഡുകൾ അല്ലെ? അല്ലെ? മഹത്തായ പിരമിഡ് ഏതാണ്? മഹത്തായ പിരമിഡ് ഗിസയിലെ ഈജിപ്തിലെ ഗിസയിലല്ലേ? ഏതാണ്? ഗിസയിലാണ് മഹത്തായ പിരമിഡ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ പിരമിഡ് അല്ലേ? ആരാ നിർമ്മിച്ചത്? ഗിസയിലെ പിരമിഡ് ആരാ നിർമ്മിച്ചത്? ഗിസയിലെ പിരമിഡ് ആരാ നിർമ്മിച്ചത്? ഖുഫു രാജാവാണ് കേട്ടോ. അതാണ് ഖുഫു രാജാവാണെന്നും കൂടി ഓർത്തു വെക്കുക. ആരാണ്? ഖുഫു രാജാവാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ഓക്കെ ആണോ? നൈൽ നദി തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലേ? അല്ലേ? നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്റ്റ്. അങ്ങനെ ആരാ വിശേഷിപ്പിച്ചത് നെയിലിന്റെ ദാനം? ഹെറോഡോട്ടസ് അല്ലെ? ഹെറോഡോട്ടസ് ആണ് ഈജിപ്ഷ്യനെ നെയിലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അതുപോലെ തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരത്തിൽ ഏറ്റവും വലുത് എന്നറിയപ്പെടുന്നത് അത് ബദേറിയൻ സംസ്കാരമാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ കമന്റ് ചെയ്യുന്നുണ്ട്, എന്താന്നറിയില്ല. 32ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈജിപ്തിലെ നൈൽ നദീ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നത്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ദെൻ കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറയെങ്കിലും നെയ്ത്ത്, സ്ഫടിക പാത്ര നിർമ്മാണം എന്നിവ അവർ ഏർപ്പെട്ടിരുന്നോ? കമന്റ് ചെയ്തേ മക്കളെ. ഏർപ്പെട്ടിരുന്നു അല്ലെ? ദെൻ ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന് അർത്ഥം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3, 4 കറക്റ്റ് ആൻസർ അല്ലെ? ഈജിപ്തിലെ എഴുത്ത് ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് അല്ലെ? ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്താണ് അല്ലെ? ചിഹ്ന രൂപങ്ങളും അതുപോലെ അക്ഷര രൂപങ്ങളും കൂട്ടിച്ചേർത്ത ലിപിയാണ് ഏത്? ഹൈറോഗ്ലിഫിക്. ഏതാണ്? ചിഹ്ന രൂപങ്ങളും അതുപോലെ അക്ഷര രൂപങ്ങളും കൂട്ടിച്ചേർത്ത ലിപിയാണ് ഏത്? ഈ ഹൈറോഗ്ലിഫിക് എന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? നൈൽ നദി തീരത്ത് നിന്ന് ഹൈറോഗ്ലിഫിക് ലിപി കണ്ടെത്തിയ ശില ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ശില? ഏത് ശിലയാണ്? റോസറ്റ ട്ടോ. ഏതാണ്? റോസറ്റ എന്നും കൂടി ഓർത്തു വെക്കുക. നൈൽ നദി തീരത്ത് നിന്നും കണ്ടെത്തിയ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ശില ഏതാണ്? അതേതാണ്? റോസറ്റയാണ്. ഓക്കെ. ഹൈറോഗ്ലിഫിക് ലിപി എഴുതാൻ ഉപയോഗിച്ചത് ഏതാണ്? പാപ്പിറസ് ചെടിയുടെ ഇല അല്ലെങ്കിൽ തടി അല്ലെ? പാപ്പിറസ് ചെടിയുടെ ഇലയും അതുപോലെ തന്നെ ഇലയും ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? തടിയും ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ ആണോ? എങ്ങനെയാണ് ഹൈറോഗ്ലിഫിക് ലിപി എഴുതുന്നത്? വലത്തു നിന്നും ഇടത്തേക്ക് കേട്ടോ. വലത്തു നിന്നും ഇടത്തേക്കാണ് ഇങ്ങനെയാണ് എഴുതുന്നത്. എങ്ങനെയാണ്? വലത്തു നിന്നും ഇടത്തേക്കാണ് എഴുതുന്നതും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ ഹൈറോഗ്ലിഫിക് ലിപി ആദ്യമായി വായിച്ചത് ആരായിരുന്നു? ഒരു ഫ്രഞ്ച് പണ്ഡിതനുണ്ട്. ആരായിരുന്നു മക്കളെ? അയാളുടെ പേരെന്താണ്? എനിക്ക് മറന്നുപോയല്ലോ. എന്താ പുള്ളിയുടെ പേര്? ഷാംപോലിയോ അല്ലെ? ഷാംപോലിയോ അല്ലേ? ഷാംപോലിയാണ് കേട്ടോ. ഓക്കെ ആണോ? ശരിയല്ലേ? അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ട് എന്ത്? ഈ ഹൈറോഗ്ലിഫിക് ലിപി അയാൾക്ക് വായിക്കാൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ?
ഏത് ഫ്രഞ്ച് പണ്ഡിതനാണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ ഹൈറോഗ്ലിഫിക് ലിപി വായിച്ചത്? ഷാംപോലിയോ എന്ന് നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് PDF കിട്ടുമ്പോൾ വളരെ സുഖമാണ് വായിക്കാൻ ട്ടോ. 34-ാം ചോദ്യം, ഈജിപ്ഷ്യൻ കലണ്ടറെ കുറിച്ചുള്ള പ്രസ്താവന നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എങ്ങനെയായിരുന്നു? സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഈ കലണ്ടർ തയ്യാറാക്കിയത്. ആണോ? ആണോ? കറക്റ്റ് ആണോ ആൻസർ? ആണ് അല്ലെ? ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ദെൻ എന്താണ്? ഒരു വർഷത്തെ 365 ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു അല്ലേ? അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? 365 ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു. അതുപോലെ തന്നെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ഇതൊക്കെ ആരാണ്? ഈജിപ്ഷ്യൻകാരല്ലേ? ബാക്കി വന്ന 5 ദിവസത്തെ ആഘോഷങ്ങൾക്കായി, അവധികൾക്കായി മാറ്റി വെച്ചിരുന്നു. ഏതാണ്? 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? സെറ്റ് അല്ലേ? ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവന എന്തൊക്കെയായിരുന്നു? പ്രധാന സംഭാവന സൗരപഞ്ചാംഗം ഉണ്ട്, ദശാംശ സമ്പ്രദായം ഉണ്ടായിരുന്നു, പിന്നെന്താണ്? ജലഘടികാരം ഉണ്ടായിരുന്നു, സൂര്യഘടികാരം ഒക്കെ ഏതായിരുന്നു? ഈജിപ്ഷ്യൻ ജനതയല്ലേ? അതുപോലെ തന്നെ നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കിയിരുന്ന സൂര്യഘടികാരമാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ പിന്നെന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നട്ടെല്ല് എന്ന അല്ലെങ്കിൽ അടിത്തറ എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് നട്ടെല്ല് എന്ന അല്ലെങ്കിൽ അടിത്തറ എന്നറിയപ്പെടുന്ന കൃഷിയാണ് ട്ടോ. ഏതാണ്? കൃഷിയാണെന്നും കൂടി ഓർത്തു വെക്കുക ട്ടോ. ഓക്കെ. അതുപോലെ വേറെ എന്താ കുറെ തൊഴിൽ ചെയ്തിരുന്നു? ഏതൊക്കെയായിരുന്നു? നെയ്ത്ത് ഉണ്ടായിരുന്നു, പിന്നെന്താണ്? സ്ഫടികപാത്ര നിർമ്മാണം ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. ഓക്കെ ആണോ? അതുപോലെ മനുഷ്യന്റെ ശിരസും സിംഹത്തിന്റെ ഉടലുമുള്ള ഈജിപ്ഷ്യന്റെ ശില്പരൂപം ഏതായിരുന്നു? അതേതാണ്? സ്ഫിങ്സ് ആയിരുന്നു. ഏതാണ്? സ്ഫിങ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടോ? ത്രികോണം അതുപോലെ ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ ഇവർക്കൊക്കെ അറിയാമായിരുന്നു ട്ടോ. പുരാതന ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ത്രികോണവും ചതുരത്തിന്റെ വിസ്തൃതി കണക്കാക്കാൻ ഇവർക്ക് അറിയാമായിരുന്നു. പിന്നെന്തായിരുന്നു മക്കളെ? ഇത്രയും കാര്യങ്ങളെ എനിക്ക് അറിയുള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്യുക ട്ടോ. ഈജിപ്ഷ്യക്കാരുടെ പ്രസിദ്ധമായ സ്ഫിങ്സ് എന്ന പ്രതിമയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗിസയിലെ പിരമിഡ് എന്നും അറിയപ്പെടുന്നു. ആണോ മക്കളെ? ഗിസയിലെ പിരമിഡ് എന്ന് അറിയപ്പെടുന്നുണ്ടോ? അറിയപ്പെടുന്നുണ്ടോ? ഏതാ? അറിയപ്പെടുന്നുണ്ടോ? കമന്റ് ചെയ്തേ. റബ്സൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്, ഞാനുള്ള മറുപടിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഗിസയിലെ പിരമിഡ് എന്ന് അറിയപ്പെടുന്നുണ്ടോ? കമന്റ് വായിച്ചേ മക്കളെ. ഇല്ല അല്ലെ? തെറ്റാണ്. പ്രാചീന ക്ഷേത്ര സമുച്ചയമാണ് സ്ഫിങ്സ് എന്ന് പറയപ്പെടുന്നു. അത് ശരിയാണോ? അല്ല അല്ലെ? ഈജിപ്ഷ്യൻ ക്ഷേത്ര പ്രവേശന ഗോപുരമാണ് സ്ഫിങ്സ് എന്ന് പറയുന്നു. അതും മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള പ്രതിമയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ഡി അല്ലേ? ആൻസർ ഡി അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ എന്തായിരുന്നു? ഈ ഗിസയിലെ പിരമിഡ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? എന്താണ്? പ്രാചീന അത്ഭുതങ്ങളിൽ ഒന്നാണ് ഏത്? ഈ ഗിസയിലെ പിരമിഡ് അല്ലെ? കുഫു രാജാവാണെന്ന് പറഞ്ഞു അല്ലെ? ഗിസയിലെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യന്റെ വാസ്തുശില്പമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് കൂടി മനസ്സിലാക്കുക. പിന്നെന്താണ്? ഈ സ്ഫിങ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ചോദിച്ചിട്ടുണ്ട്. ഈ സ്ഫിങ്സ് ഇല്ലേ, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. ഈ സ്ഫിങ്സ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കമന്റ് ചെയ്ത് നോക്കട്ടെ, അറിയോന്ന്. എവിടെന്നാ സ്ഫിങ്സ് എവിടെയാ നിൽക്കുന്നത്? കമന്റ് ചെയ്തേ. ഏതാണ്? ഗിസയിലെ പിരമിഡിന്റെ സമുച്ചത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗിസയുടെ പിരമിഡിലെ സമുച്ചത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ സ്ഫിങ്സ് ട്ടോ. എവിടെയാണ്? ഗിസയിലെ പിരമിഡിന് സമുച്ചത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ സ്ഫിങ്സ് എന്നും കൂടി ഓർത്തു വെക്കുക ട്ടോ. അപ്പൊ എവിടെയാണ്? ഗിസയിലെ പിരമിഡിന്റെ സമുച്ചത്തിന് കിഴക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ സ്ഫിങ്സ് എന്ന് സ്ഥിതി ചെയ്യുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ കൂടി എന്ത് മറന്ന് പോവരുത് ട്ടോ.